കോക്രോച്ച് ജനതാ പാർട്ടി ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോൾ ജന്തർ മന്ദറിൽ നിന്ന് സമ്പൂർണ്ണമായി തുടച്ചു നീക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജന്തർ മന്ദറിൽ പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നു. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിന്ന് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെയും കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും പ്രധാന പ്രതിഷേധ വേദി പോലീസ് നീക്കം ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഈ നടപടിയെ തുടർന്ന് CJP സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ കസ്റ്റഡിയിലെടുത്തതായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയാണ്. ഡൽഹി പോലീസ് ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അഭിജിത്ത് ദീപ്കെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി CJP വക്താക്കളാണ് അവകാശപ്പെടുന്നത്. എന്നിരുന്നാലും ഡൽഹി പോലീസ് ഈ അവകാശവാദം നിഷേധിക്കുകയും അഭിജിത്ത് ദീപ്കെ കസ്റ്റഡിയിലെടുത്തുവെന്ന റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഔദ്യോഗിക പ്രസ്താവനയാണ് പോലീസ് ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. പോലീസിന്റെ ഈ പ്രസ്താവനയ്ക്ക് ശേഷവും CJP വക്താക്കൾ അഭിജിത്ത് ദീപ്കെ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് എന്ന് ആവർത്തിക്കുകയാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. പ്രധാന വേദി നീക്കം ചെയ്തിട്ടും പ്രക്ഷോഭം അവസാനിച്ചിട്ടില്ലെന്ന് CJPയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ അറിയിച്ചു. നിലവിൽ അഭിജിത്ത് ദീപ്കെ, സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ജെ ആങ്മോ, മറ്റു കൂട്ടാളികൾ എന്നിവർ ജന്തർ മന്ദർ സമുച്ചയത്തിലെ കേരള ഹൗസിന് മുന്നിലുള്ള റോഡിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധം തുടരുകയാണ്. പ്രതിഷേധത്തിനിടെ ഒരു തരത്തിലുള്ള സംഘർഷമോ ലാത്തിച്ചാർജോ ഉണ്ടായിട്ടില്ലെന്ന് ഡൽഹി പോലീസ് പറയുന്നു. സുരക്ഷാ പ്രോട്ടോകോളുകൾ അനുസരിച്ച് മുഴുവൻ സാഹചര്യവും സമാധാനപരമായി കൈകാര്യം ചെയ്യപ്പെടുന്നുവെന്നും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ആക്രമണത്തെക്കുറിച്ച് എല്ലാ ചർച്ചകളും വെറും കിംവദന്തി മാത്രമാണെന്നുമാണ് ഡൽഹി പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്.